Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. നഗരസഭാ പൊതുശ്മശാനം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. കഴിഞ്ഞ ഭരണസമിതി ശ്മശാനത്തിൽ 2,10,00,000 രൂപയുടെ പുതിയ പദ്ധതി കൊണ്ടുവന്നിരുന്നെന്നും ടെൻഡർ നടപടികൾ നടന്നുവരികയാണെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പെയിന്റിംഗ്, ക്രിമേഷൻ ബെഡ് മാറ്റിസ്ഥാപിക്കൽ, മോട്ടോർ അലൈൻമെന്റ് പ്രശ്നം പരിഹരിക്കൽ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ചിട്ടത്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും ഇത് അറിഞ്ഞുവെച്ചിട്ടും നഗരസഭാ കൗൺസിലർമാർ നടത്തുന്ന സമരം പ്രഹസനമാണെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഈ ഇലക്ഷന് ശേഷം, ഇത്തവണത്തെ ഇലക്ഷന് ശേഷം ഏകദേശം 2-3 ദിവസം കൂടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് ചെറിയ റെക്ടിഫിക്കേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രിമിറ്റോറിയം അടച്ചിട്ടതും അതിന്റെ റെക്ടിഫിക്കേഷൻ വർക്കുകൾ നിലവിൽ നടക്കുകയാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ ക്രിമേഷൻ ബെഡിനാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. ആ ബെഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പെയിന്റിങ്ങിൻ്റെ ഒക്കെ പണികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ അവിടെ ഒരു മോട്ടറിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഹസനം തന്നെയായിട്ടാണ് ഈ ഒരു സമരത്തെ നോക്കിക്കാണുന്നത്. 2007 ആരംഭിച്ച മൂവാറ്റുപുഴ നഗരസഭാ പൊതുശ്മശാനത്തിൽ കഴിഞ്ഞ ഭരണസമിതി ദീർഘവീക്ഷണത്തോടെ 2,10,00,000 രൂപയുടെ പുതിയ പദ്ധതി കൊണ്ടുവന്നിരുന്നെന്നും ടെൻഡർ നടപടികൾ നടന്നുവരികയാണെന്നും ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. 2007 ഈ ക്രിമിറ്റോറിയം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ മാറി മാറി ഭരണസമിതി വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം അവിടെ ഒരു കൃത്യമായ റെക്ടിഫിക്കേഷൻ വർക്കുകൾ അവിടെ നടക്കാത്തത് കൊണ്ടാണ് ഈ ക്രിമേഷൻ ബെഡ് ഉൾപ്പെടെ ഇത്രയും തകരാറിലായിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ ഭരണസമിതി, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതിയാണ് ഇതിനൊരു ദീർഘവീക്ഷണത്തോടുകൂടി പുതിയൊരു പദ്ധതി ക്രിമിറ്റോറിയത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് 2,10,00,000 രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത് ടെക്നിക്കൽ സാങ്ഷൻ ആയി ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ കൗൺസിൽ കൊണ്ടുവന്നതാണ്. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൗൺസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് 2007 ശേഷം ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ഒരു ഭരണസമിതി തന്നെയാണ്. അപ്പം ഇതിൽ ഇത് വിശദമായിട്ടൊരു DPRോട് കൂടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ ബിൽഡിംഗ് ഉൾപ്പെടെ അതിന്റെ എല്ലാ സംവിധാനത്തോടും കൂടി, ആധുനിക സംവിധാനത്തോടും കൂടി പുതിയ 2 ബർണറുകൾ ഉൾപ്പെടെ ഉള്ള ഒരു പ്രൊജക്റ്റാണ് കൊണ്ടുവരിക. അത് ഈ ഒരു ഭരണസമിതി അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടെയും 2 ബർണർ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നും ഈ ഭരണസമിതി പദ്ധതി പൂർത്തീകരിക്കുമെന്നും ജോയ്സ് മേരി ആന്റണി കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണൻ നായരും NDA കൗൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.